ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കിഡിലൻ റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണെന്ന്. ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഒരു മധുരവും പുളിയും ഉപ്പും ഒക്കെ ചേർന്നിട്ടുള്ളൊരു കറിയില്ലേ മാമ്പഴ പുളിശ്ശേരി. ഒരു പ്രാവശ്യം കഴിച്ച് നോക്കിയവർക്കറിയാം അതിൻ്റെ രുചി. നമുക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ളൊരു പുളിശ്ശേരിയാണ് മാമ്പഴ പുളിശ്ശേരി. അത് നാട്ടുമാങ്ങ കൊണ്ടാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. ഇപ്പം മാമ്പഴക്കാലമാണ്. അത് മഴയും കൂടി പെയ്ത് കഴിഞ്ഞാൽ നിറയെ മാങ്ങയില്ല നമ്മുടെ വീട്ടിലൊക്കെ. അപ്പോൾ ഞാനിന്ന് എൻ്റെ വീട്ടിലുണ്ടായ മാങ്ങ കൊണ്ടാണ് പുളിശ്ശേരി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതൊക്കെ വീണ മാങ്ങയാണ്. മഴ വന്നു കഴിഞ്ഞാൽ പറമ്പ് മുഴുവൻ മാങ്ങ കേട്ടോ. നമ്മൾ നാട്ടുമാങ്ങയാകുമ്പോൾ അധികം കേടൊന്നും ഉണ്ടാവില്ല, നല്ല മാങ്ങ കിട്ടും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഈ മാങ്ങ കൊണ്ടാണ്. ഇതൊരു കുഞ്ഞി മാങ്ങയാണ്. ഈ മാങ്ങ കൊണ്ട് വേണം നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കണം. അപ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. ഇത് ഒരു ചന്ദ്രക്കാരൻ മാങ്ങയെന്ന് കേട്ടോ. അപ്പോൾ ഈ മാങ്ങയൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഇതിൻ്റെ തൊലിയൊന്നും പൊളിച്ച് കളയാം, ചെത്തുകയൊന്നും വേണ്ട. എന്നിട്ട് ഇതൊരു 8-9 മാങ്ങയുണ്ട് കേട്ടോ. അതെല്ലാം കൂടെ ഒരു ചട്ടിയിലാണ്, നാടൻ കറിയല്ലേ വെക്കുന്നത്, അപ്പോൾ നമുക്ക് ചട്ടിയിൽ തന്നെ വെക്കാം. അതിനകത്തേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് കറിവേപ്പില, നല്ല എരിവുള്ള കാന്താരി മുളകായിട്ടിരിക്കുന്നു കേട്ടോ. അല്പം മഞ്ഞൾപ്പൊടിയും ഒരു ഗ്ലാസ് വെള്ളം മതി. അതായത് ചെറിയ വെള്ളത്തിൽ നമുക്ക് വേവിച്ചെടുത്താൽ മതി. വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഈ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ കുറച്ച് ഗ്രേവി ഇച്ചിരി തിക്കുമാണ്, എന്നാൽ ഒരുപാട് ലൂസും ആകാൻ പാടില്ല. ആ രീതിയിൽ വേണം നമുക്ക് കറിയാക്കി എടുക്കാൻ. അപ്പോൾ ഇതവിടെ ഇരുന്നൊന്ന് വേഗത്തെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ മധുരവും പുളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഇറങ്ങി വരും. ഈ സമയത്ത് നമുക്കൊരതിന് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ എത്ര നമുക്ക് മാങ്ങയുണ്ട് അതിനനുസരിച്ച് വേണം തേങ്ങ എടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് പ്രത്യേകിച്ചൊരു സാധനങ്ങളും ചേർക്കുന്നില്ല കേട്ടോ. ഇതിനകത്ത് തൈരും പിന്നെ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ചില ആൾക്കാർ ജീരകം വെളുത്തുള്ളിയൊക്കെ ചേർക്കാറുണ്ടോ. ഇതൊന്നും ഞാൻ ചേർക്കാറില്ല കേട്ടോ. ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ജീരകവും വെളുത്തുള്ളിയൊക്കെ ഇട്ട് നമ്മൾ സാധാരണ ഒഴിച്ചുകറി ഉണ്ടാക്കുന്നതല്ലേ, അപ്പം ആ ടേസ്റ്റ് തന്നെ ഇതിനും വരും. അപ്പം അതില്ലാതെ ചെയ്ത് കഴിയുമ്പോൾ ഒരു വേറിട്ട രുചിയായിരിക്കും. അപ്പോൾ നമുക്ക് ഈ അരപ്പ് ഒന്ന് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. വെള്ളം ഒഴിക്കേണ്ട, തൈര് കൊണ്ട് തന്നെ നമുക്ക് അരച്ചെടുക്കണം. പുളിയില്ലാത്ത തൈര് വേണം. ഞാൻ മിൽമയുടെ തൈരാണ് എടുത്തിരിക്കുന്നത്, ഒരു പാക്കറ്റ് എടുത്ത് കേട്ടോ. മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ പൾപ്പൊക്കെ ഒന്ന് തവി കൊണ്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി വെന്ത് വെള്ളം വറ്റിയപ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമുക്ക് മധുരത്തിന് കുറച്ച് ശർക്കര ചേർക്കണം. അത് ശർക്കര പൊടിയായാലും മതി. ഞാൻ പാനിയാണ് ചേർത്തിരിക്കുന്നത്. കുറച്ച് മതി, മധുരം കൂടി പോകരുത്. എല്ലാം ബാലൻസ് ചെയ്ത് നിൽക്കണം. പിന്നെ പാനി ചേർക്കുന്ന എന്താണെന്ന് വെച്ചാൽ കല്ലും മണ്ണൊന്നും ഉണ്ടാവാൻ പാടില്ലല്ലോ. അപ്പോൾ കല്ലൊന്നും ഇല്ലാത്തതാണെങ്കിൽ അച്ചി ശർക്കരയാണെങ്കിലും ചേർത്താൽ മതി. എന്നിട്ട് ഒരു 3 മിനിറ്റ് നന്നായിട്ട് വെന്ത് പറ്റട്ടെ. ഈ മാങ്ങയിൽ ശർക്കരയൊക്കെ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് പറ്റിയിട്ടുണ്ട് കേട്ടോ. മൂടി വെച്ച് നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോൾ ഈ കാന്താരിയുടെ എരിവും പുളിയും എല്ലാം നന്നായിട്ട് അതിനകത്ത് പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അതിനകത്തേക്ക് അരപ്പൊഴിച്ച് കൊടുക്കുകയാണ്. ഈ സമയത്ത് ലോ ഫ്ലെയിം ആകാം, അല്ലെങ്കിൽ തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കൈവിടാതെ ഇളക്കി കൊടുക്കണം. തിളച്ച് പോകരുത്. ഈ അരപ്പൊന്ന് ചൂടായാൽ മതി, എന്നാൽ വേഗം വേണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെറിയ തീയിൽ വെച്ചുകൊണ്ട് വേണം ഇളക്കാനായിട്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ചൂടായി, ചെറിയ രീതിയിൽ ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ബാക്കി തൈര് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു പാക്കറ്റിൽ കുറച്ചെടുത്തിട്ടാണ് അരച്ചിരിക്കുന്നത്. ബാക്കിയുള്ളത് നമുക്ക് നല്ല കട്ട തൈരാണ്. മിക്സിയിലിട്ട് ഉടച്ചൊന്നും എടുക്കണ്ട. ഒരു സ്പൂൺ കൊണ്ട് അതിൻ്റെ കട്ട ഉടച്ച് മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തുകൊണ്ടാണ് തൈര് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ കറി കട്ടിയായിട്ടുണ്ട്, എന്നാൽ ലൂസും അല്ല. രണ്ടിനും ഇടക്കായിട്ടുള്ളൊരു പാകമാണ് കേട്ടോ. നമ്മൾ പുളിശ്ശേരി പല ടൈപ്പ് പുളിശ്ശേരി ഉണ്ടാക്കാറുണ്ടല്ലോ. മത്തങ്ങ കൊണ്ട് ഉണ്ടാക്കാറുണ്ട്, മാങ്ങ കൊണ്ട് തന്നെ പലതരത്തിലും ഉണ്ടാക്കും. പക്ഷേ ഏറ്റവും ടേസ്റ്റുള്ള പുളിശ്ശേരി ഈ മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ. പുളിശ്ശേരികളിൽ ഏറ്റവും ബെസ്റ്റ് മാമ്പഴ പുളിശ്ശേരിയാണ്. നമുക്കത് ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയും വേണ്ട നമുക്കിത് കഴിക്കാനായിട്ട്. അപ്പം ഞാൻ തൈര് ഒഴിച്ചിട്ടുണ്ട്. അപ്പം മാങ്ങയിൽ ഇതെല്ലാം പിടിച്ചിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് സമയം ഇളക്കി കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ചട്ടി നല്ല ചൂടാണ്. ഈ സമയത്ത് ഈ അരപ്പ് പിരിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് ടേസ്റ്റേ ഉണ്ടാവില്ല. അതിൻ്റെ ടേസ്റ്റ് വേറെ ആയിരിക്കും. അപ്പം ചട്ടി ആ സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇളക്കി കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം മാറ്റി വെക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു കിട്ടിലും വറകൂടെ താളിച്ചിട്ടാൽ നമ്മുടെ പുളിശ്ശേരി അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു പാൻ വെച്ച് ചൂടായി നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് തന്നെ ഒഴിക്കണം, വെളിച്ചെണ്ണ വേണ്ട.
നെയ്യ് ഒഴിച്ച് കഴിയുമ്പോഴാണ് ആ പുളിശ്ശേരിയുടെ ഒരു ടേസ്റ്റ്. കറിയാണോ എന്ന് ചോദിച്ചാൽ കറിയാണ്, എന്നാൽ ഒരു സ്വീറ്റായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സാധനം കഴിക്കുന്നതായിട്ടും തോന്നും കേട്ടോ. പിന്നെ അതിനകത്തേക്ക് കടുകിടണം, ഉലുവ ഇടണമെങ്കിൽ ഇടാം, ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. വറമുളക്, കറിവേപ്പില, ഉള്ളി കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉള്ളി മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ പുളിശ്ശേരിക്ക്. ഇതിനെ നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കാം. വറ നന്നായി ഫ്രൈ ആകാൻ ശ്രദ്ധിക്കണം. ഇത് പലർക്കും ഉണ്ടാക്കാൻ അറിയാം. ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഈ മാങ്ങ കിട്ടുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വറയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല സെറ്റായിട്ടിരിക്കുകയാണ് പുളിശ്ശേരി. ആ ചട്ടിയിൽ നിന്ന് ഒന്നുകൂടെ കുറുകിയിട്ടുണ്ട്. വറ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഇളക്കരുത് കേട്ടോ. ഒരു മിനിമം ഒരു 5 മിനിറ്റെങ്കിലും മൂടി വെക്കണം. എന്നാലേ ഈ നെയ്യും ഈ വറയെല്ലാം കൂടി ആവി കയറി ഒന്ന് സെറ്റാവുകയുള്ളൂ. അപ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുതലുണ്ടാകുന്നത്. അപ്പോൾ ഞാനൊരു 10-15 മിനിറ്റ് വെച്ചു. അതിന് ശേഷം ഞാനത് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം കൂടുതൽ വെച്ചാൽ അത്രയും നല്ലത്. നമ്മൾ ഉടനെ എടുത്ത് ഇളക്കരുതെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് എല്ലാം ശരിയായിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, നെയ്യും വറയും എല്ലാം കൂടി ആയപ്പോഴേ. ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. നല്ലൊരു വാഴയില വെട്ടിയിട്ട് ചോറിട്ടിട്ട് അതിൻ്റെ പുറത്തേക്ക് ഒരു മാങ്ങ കഷ്ണവും ഈ കറിയും കൂടെ ഒഴിച്ചൊന്ന് കഴിച്ച് നോക്കിയാൽ കിട്ടില്ല ടേസ്റ്റാട്ടോ. ഇവിടെ എല്ലാവരും ഓരോ ബൗളിനകത്താക്കി മാങ്ങയും കറിയും കൊണ്ട് നടക്കുകയാണ് വെറുതെ കഴിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ മാമ്പഴ പുളിശ്ശേരി കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.